എന്റെ പൊന്നെ ദിവാരൻ ചേട്ടൻ ഇങ്ങോട്ട് നോക്കിക്കേ. എന്തുവാ? എന്റെ ഫോട്ടോക്ക് 6000 ലൈക്ക്, 126 കമന്റ്, 30 ഷെയർ. ഇത് കണ്ടില്ലയോ? ഫേസ്ബുക്കിൽ നിന്ന് ആ പോസ്റ്റ് എടുത്തിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കുന്നു. ഷെടാ, എന്റെ ഒറ്റ ഫോട്ടോക്ക് പോലും ഇത്രയും കമന്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വൈറലാകും, അത് ഉറപ്പാ. എങ്ങനെ നോക്കാതിരിക്കും? ഒന്ന് നോക്കിയാ വീണ്ടും ആൾക്കാർ ഈ പോസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ആദ്യം എന്താ കല്യാണം കഴിക്കാത്ത? എന്തിന്? അല്ല, കുടുംബം, കുട്ടികള്, നല്ലൊരു ഭർത്താവ്, അതൊക്കെ അല്ലേ ഒരു സ്ത്രീയുടെ ആഗ്രഹം. വിലാസിനി ചേച്ചിയുടെ സ്വപ്നം ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ട് എന്തോ ആയി? എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ അവിടെ പേരെന്തിനാ ഇതിനകത്ത് വലിച്ചിഴക്കുന്നത്? കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ മൃഗാശുപത്രിയിലല്ലേ ജോലി ചെയ്യുന്ന ഏട്ടാ. അപ്പൊ പിന്നെ ഈ കാളകളെയും കോഴികളൊക്കെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. യു മീൻ കോഴി? ഓക്കെ, ശരി. എന്നാലും ഇത്രയും ലൈക്കും കമന്റോ? ഡോക്ടറെ വന്നേ. പവിത്ര എന്താ പതിവില്ലാതെ? പതിവെല്ലാം തെറ്റുന്ന ലക്ഷണമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ മൊത്തം പൊളിയുക. ബാ, നീ ഒരു കാര്യം പറയട്ടെ. എന്താ സംഭവം എന്ന് പറയാ? സംഭവം ഒക്കെ പറയും. ബാ, ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇരുന്ന് പറയാ. ഇരിക്കേ. ഇവിടെ ഇരുന്ന് പറയാൻ പറ്റിയ കാര്യമല്ല, ജീവൻ മരണ പോരാട്ടമായി. ഒന്ന് എഴുന്നേറ്റൊന്ന് വരാമോ ഏറ്റവും കൂടുതൽ? വന്നേ, വാ വാ ഇങ്ങോട്ട്. എന്താ? വാ പറയാം. ഡോക്ടറെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എനിക്കില്ല. എന്താ? എൻ്റെ ഡോക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്ന മഹാമണ്ഡത്തരമാണ്. സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ഡോക്ടറെ പണി തീരും. പവിത്ര കാര്യം പറ. അതായത് എനിക്ക് നിങ്ങളുടെ അത്ര പഠിപ്പ് പത്രാസമൊന്നുമില്ല, പഴയ 10ാം ക്ലാസ്സാണ്. പക്ഷെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പവിത്ര, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ പറയേ. ഒരു ദിവസം ഡോക്ടർ എനിക്ക് ഓൺലൈൻ പൈസ അയക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി ഓർക്കുന്നുണ്ടോ? ആണോ? ആ, ശരിയാ, സംഭവം ശരിയാ. എനിക്ക് ഓൺലൈനിൽ പൈസ എന്ന് നോക്കിയാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ എനിക്കറിയാം. പവിത്ര കാര്യം പറ. ഇന്നലെ എന്നായിരുന്നു ഇവിടെ പരിപാടി? എന്നായിരുന്നു ഇന്നലെ ഇവിടെ എന്നാ പരിപാടി? സാധാരണ പോലെ തന്നെ. സാധാരണ എല്ലാ ദിവസവും ജിലേബി മേടിക്കാറുണ്ടോ നിങ്ങൾ? ജിലേബി കേട്ടിട്ടില്ലേ? ജിലേബി എന്ന് കേട്ടിട്ടില്ലേ? ആ ജിലേബി. അത് അനുരാധ മേടിച്ചതാ. അനുരാധയ്ക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. അപ്പൊ ഞാൻ ഇടപെട്ട് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് ആ ട്രാൻസ്ഫർ അങ്ങ് ഒഴിവാക്കി കൊടുത്തു. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ജിലേബി മേടിച്ചായിരുന്നു, ഞാനും കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ അനുരാധയ്ക്ക് ഒരു ആശ്വാസമായത്. 2 ദിവസം ടെൻഷൻ അടിച്ച് നടക്കുമല്ലായിരുന്നു സാറേ. സാറ് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് വലിയ ഉപകാരമായി. ഞാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല ചെയ്തത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ ട്രാൻസ്ഫർ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരു 2-3 പേരെ വിളിച്ചു. ഈ ട്രാൻസ്ഫർ റദ്ദാക്കി, അത്രേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല. ഡോക്ടറൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പോഴാ സത്യം പറഞ്ഞാൽ ആ കൊച്ചിന് ജീവൻ വീണത് കേട്ടോ. ദിവാകരന്. എനിക്കോ? ദിവാര, അനുരാധ ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നതിൽ അനുരാധയേക്കാൾ വിഷമം ദിവാരനാണെന്ന് എനിക്കറിയാം. സാറ് എന്തോ വർത്താനാ സാറേ പറയുന്നത്? അതവിടെ വെക്ക്, എന്നാ നോക്ക്. അതെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആണല്ലേ? ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ സാറേ? ദിവാകരന്റെ നമ്പർ അനുരാധയുടെ അടുത്ത് ചെലവാകില്ല. അത്രയ്ക്ക് വലിയ നമ്പരൊന്നും എൻ്റെ ഇല്ല സാറേ. അത് എളിമ. സത്യമായിട്ട് ആ മുഖം ചുവന്ന് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. വാ വാ വാ. എവിടെയാ? കാണാനില്ലല്ലോ. ഞാൻ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതെയോ? താങ്ക് യു ഡോക്ടർ. അതിലൊന്നും ഡോക്ടർ എടുക്കട്ടെ ആദ്യം. ഇതെന്താ? ജിലേബി. എന്തിനാ? എന്റെ സന്തോഷത്തിനാ. അയ്യേ, അത് ശരിയാക്കി കൊടുത്തതിനുള്ള സന്തോഷം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അയ്യോ വേണം. മേടിക്ക് സാറേ, സന്തോഷം. ഒരു മിനിറ്റേ ദിവാരേട്ടാ, ദേ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കൂ. അവിടെ നിന്നിട്ട്. ഫോട്ടോയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഉണ്ട്. എടുക്കട്ടെ? എടുത്തു. അടുത്ത് രണ്ടുപേരും കിട്ടണേ. രണ്ടുപേരും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. സാറ് വേണോ? രണ്ടുപേരും വേണം. എന്നാ അടുത്തേക്ക്. ഓക്കെ, കുഴപ്പമില്ല. മതിയോ? അല്ല, ഇച്ചിരി അടുത്ത് നിന്ന്, ശകലം അടുത്ത് നിന്ന്, ശകലം കൂടെ. മതി. സാറ് ഇച്ചിരി അടുത്ത് നിൽക്കുക. എന്റെ വാക്കകത്ത് കയറി നിൽക്കാതെ. കിട്ടണ്ട സാറേ, ഇത് ഫ്രെയിമിനകത്ത് കിട്ടണ്ടേ? അയ്യോ ഒരു മിനിറ്റ്, സാർ എടുക്കണ്ട, ഞാൻ എടുത്തു തരാം.
അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറയരുത്, വേണം എന്റെ സന്തോഷത്തിനാ പ്ലീസ്. നല്ല കാര്യത്തിനല്ലേ സാറേ, അത് കുഴപ്പമില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ കൊടുക്കട്ടെ? റെഡി. ആ ആ ആ ആ ഓക്കെ കിട്ടിയോ? കിട്ടി കിട്ടി. കഴിച്ചോ. ഇനി എനിക്ക് ആ ഫോണ് തന്നെ. ഓക്കെ ആ ഡോക്ടർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒന്നും കുഴപ്പമില്ല, പറ. ആ വലുത് വേണ്ട, ചെറുത് മതി. എന്ത് തരാം? പോയോ? പോയി. ജിലേബി ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോ. ഡോക്ടറിന് വാരി കൊടുക്കുന്നു, നമ്മൾ നിലത്തുനിന്ന് എടുത്ത് തിന്നുന്നു അല്ലേ? എല്ലാം കൊണ്ടുപോയി കഴിച്ചോ, പൊക്കോ. താങ്ക് യു. ഇത് പറയാനാണോ രാവിലെ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്ന്? ഇത് എല്ലാ ഓഫീസിലും നടക്കുന്ന സംഭവമില്ലേ? എല്ലാ ഓഫീസിലും നടക്കുന്ന കാര്യം ആ ഓഫീസിൽ തീരണം. തീരട്ടെ. ഇതെല്ലാരും ആലീസ് അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആലീസ് എങ്ങനെ അറിയാനാ? എന്തേ ഇതൊന്ന് നോക്കി. നല്ല ഫോട്ടോ ആണല്ലോ. ചൗല് നോക്ക്. അയ്യോ അയ്യോ, ഇതെങ്ങനെ? ഇത് ഇന്നലെ വൈകിട്ട് അനുരാധ എടുത്ത് ഫേസ്ബുക്കിലിട്ട്. ഇന്ന് രാവിലെ എന്റെ ഒരു ചങ്ങാതി എന്റെ വാട്സപ്പിലേക്ക് ഈ സാധനം അയച്ചു തന്നു. ഇതിപ്പോ നാട്ടിലെ എല്ലാ സകല ഗ്രൂപ്പിലും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ആലീസിന്റെ കൈ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാ. കർത്താവ് ഈ കാര്യത്തിൽ എന്തോ ചെയ്യാനാ? ആൾക്കാർക്ക് ഇതൊക്കെ ഒരു രസമാ. പക്ഷെ ഡോക്ടറുടെ വീട്ടിലെ കാലാവസ്ഥ ഡോക്ടർക്കല്ലേ അറിയത്തുള്ളൂ. ആണെന്നേ, ഇന്ന് രാവിലെ കൂടി അനുരാധയുടെ പേര് പറഞ്ഞിട്ടേ നമ്മൾ വഴക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ശൃംഗാരി ഉണ്ടല്ലോ അനുരാധ, അവൾക്ക് വടക്കോട്ടെങ്ങാണ്ട് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്ക് ഇച്ചായൻ മേളിലോട്ട് വിളിച്ചിട്ട് അവളുടെ ട്രാൻസ്ഫർ ക്യാൻസൽ ആയി കൊടുത്തില്ലേ? മേലോട്ട് അവരൊരു സ്ത്രീയാണ്. അവളെങ്ങാനും ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇരുന്ന് പഞ്ചാരി അടിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് എന്നെ തൊട്ടോ ഞാൻ മോന്ത് കൊണ്ടോ, എന്റെ കൈ ഉണ്ടോ, കണ്ടോ കണ്ടോ കണ്ടോ. അങ്ങനെയാണോ എന്റെ പൊന്ന് സാറ് കുടുങ്ങി. ഇനിയിപ്പോ അങ്ങനെ വീട്ടിൽ പോകും. അത്ര പേടിപ്പിക്കാതെ ഒരു ഐഡിയ പറഞ്ഞതാ. ഇതിപ്പോ ഞാൻ എന്തോ ഐഡിയ പറയാൻ വേണ്ടിട്ടാ. ഞാൻ നോക്കിട്ട് ഒറ്റ ഐഡിയ ഉള്ളൂ. ഒരു നല്ല വക്കീലിനെ പോയി കാണുക. ഡിവോഴ്സ് കേസ് വരാൻ നേരത്തെ വക്കീലിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. തമാശ പറയല്ലേ, ഒരു പോംവഴി പറ. ശരിടാ, എന്റെ ഡോക്ടർ കുടുങ്ങിയിരിക്കുവോ, അതിനകത്ത് ഞാൻ എന്തോ പറയാൻ വേണ്ടിട്ടാന്ന് പറ. അനുരാധയോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? നാട് മുഴുവൻ പറഞ്ഞിട്ട് ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ അപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്തോ ചെയ്യാനോ? ഡോക്ടർ തന്നെ ഒരു പോംവഴി കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുക. ഞാൻ പോണേ. അങ്ങനെ പോകരുതേ. എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ, അതൊന്നും പറ. വഴി ഉണ്ടേലും ശരി, വഴി ഇല്ലേലും ശരി, എനിക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകും. അയ്യോ, അതാകുമ്പോൾ കറക്റ്റ് സമയത്ത് ആംബുലൻസ് ചിലപ്പോൾ ബുക്ക് ചെയ്താൽ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പോകും. അത് ഒന്നുമില്ല, ഞാൻ പോകും. എന്റെ പൊന്നു ലൈക്ക് കൂടി കൂടി വരുന്നുണ്ട്. എന്താ ഉദ്ദേശം? ബാക്കിയുള്ളവരെ നാണം കെടുത്തി അടങ്ങുള്ളോ? എന്തു പറ്റി ഡോക്ടർ? എന്ത് പറ്റും ഡോക്ടർ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തോളം നിൽക്കുന്നുണ്ടല്ലേ? നിങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗത്തിൽ എടുത്തവനുമാണ് തല്ലാൻ. അല്ല, അനുരാധ ഒരു കുറ്റവും ചെയ്യത്തില്ല സാറേ. അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല അനുരാധ, എനിക്കറിയാം. ദിവാരം മിണ്ടരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദിവാരൻ ഈ ആശുപത്രിയിൽ അറ്റൻഡർ ആണോ അതോ സിനിമയിലെ ക്യാമറാമാനോ? അറ്റൻഡർ ആണല്ലോ. ഞാൻ വെച്ചിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാ എന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്? അയ്യോ, അതാണോ? ഡോക്ടറെ ഫോട്ടോ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. നോക്കി, വൈറലായത്. ഇപ്പം 6100 ലൈക്ക്, 152 കമന്റ്, പിന്നെ 40 ഷെയർ. വല്ലവരുടെ ജീവിതം ഒടിച്ച് കളിച്ചല്ല വൈറലാവേണ്ടത്. ഞാൻ അനുരാധയുടെ സീനിയർ ഓഫീസറാണ്, അല്ലാതെ കാമുകനോ ഭർത്താവോ കൂട്ടുകാരനൊന്നും അല്ല. എന്റെ വായിൽ നിർബന്ധിച്ച് ജിലേബി വെച്ചിട്ട് അവൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു. ആ ഫോട്ടോയ്ക്ക് എന്താ സാറേ കുഴപ്പം? അത് ഞാൻ ഭയങ്കര റിസ്കി ആയിട്ട് എടുത്തതല്ലേ. ഞാനിങ്ങനെ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മുട്ട നിന്ന് എടുത്ത്. മുട്ടയിൽ നിന്നോ? ഞാൻ പറയുന്നവരെ എണീക്കരുത്. മുട്ട നിന്നേക്കണം. ബാക്കിയുള്ളവരുടെ ജീവിതം കുളമാക്കിയിട്ടല്ല വൈറലാകേണ്ടത്, മനസ്സിലായോ? ഇത് കാരണം എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ ഇല്ലടോ. 2 ഞാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞാട്ടല്ലോ, അവിടെ ഇവിടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം, മനസ്സിലായി? പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ വല്ലവരുടെ ഫോട്ടോ ഇട്ടിട്ട് വേണ്ട പേഴ്സണൽ നോക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാര്യ പേടിയുള്ള ഒരു മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്രയും കാണുന്നു കേട്ടോ. ഡോക്ടറിന് പേടിക്കാൻ വീട്ടിലുള്ള ഭാര്യയെങ്കിലും ഉണ്ടല്ലോ. ദിവാരേട്ടന് അതുപോലും ഇല്ലല്ലോ. ആ വഴിക്ക് നൈസായിട്ട് എനിക്ക് ഓർമ്മ അല്ലേ? കൊള്ളാം.
ആരോട് പറയാ? ലൈക്ക് പിന്നെയും കൂടി. ആണോ? ഇത് വൈറലാ കേട്ടോ, ഇത് വൈറലാ. ആഹാ. ഇതെന്താ ചായ പതിവില്ലാതെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച്? സാധാരണ വരുമ്പോ ആലീസേ എന്നൊരു വിളിയാണല്ലോ പതിവ്. വെറുതെ ഞാന് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കണ്ടെന്ന് കരുതി കോളിംഗ് ബെല്ല് അടിച്ച. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ? രസങ്ങള് വേറെ ഉണ്ടല്ലോ. ഇന്നാണെങ്കിൽ ആകെപ്പാടെ രസമുള്ളൊരു ദിവസമാ. ഈ ചായ വന്ന ഒരു കാര്യം പറയട്ടെ, വാ. അല്ല വരണം, കുറച്ചു നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് നല്ല രസം. എവിടെ നിൽക്കാൻ? അയ്യോ, അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഇച്ചാരെ കാണാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞാലേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാന്ന് വിചാരിച്ച്, പിന്നെ ഓർത്ത് വേണ്ടാന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പറയുന്നതല്ലേ നല്ലത്, അല്ലേ? എന്തായാലും നന്നായി. ആ, പിന്നെ ഓർത്ത് ഫോൺ ചെയ്യാന്ന്. ഫോൺ ചെയ്തിട്ട് കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം ഫോൺ എടുത്ത്. പക്ഷെ പിന്നെ ഓർത്ത് നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയണ്ടേ ഇച്ചായ? അതല്ലേ ശരി? ഇച്ചായ വന്നേ, ഇനി എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. വാ വാന്ന്. ആ, ഇരിക്കവിടെ. ചായ എടുക്കട്ടെ? ചായക്ക് നല്ല മധുരം വേണോ അതോ ചെറിയ മധുരം വേണോ? സാധാരണ ഇടുന്ന പോലെ. ഇന്ന് വേറെയും മധുരം ഉണ്ടല്ലോ, അപ്പൊ ചായയിൽ കുറച്ച് മധുരം ഇടാം, അതാ നല്ലത്. നിന്റെ ഇഷ്ടം. ഇച്ചാൻ ഇപ്പൊ ചായ എടുക്കണോ അതോ ഡ്രസ്സ് മാറിയിട്ട് ചായ എടുത്താൽ മതിയോ? സാധാരണ ഞാന് ചായ കുടിച്ചിട്ടല്ലേ ഡ്രസ്സ് മാറുന്നേ. ആ, കറക്റ്റ്. അപ്പൊ ഇപ്പൊ ചായ എടുക്കാം. ചായ മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത്? അത് നേരിട്ട് കണ്ടാ മതി. ചായ എടുക്കാവേ. ഇവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഹലോ ഡോക്ടറെ. ഹലോ പവിത്ര. എന്താ ഡോക്ടറെ? അവളെല്ലാം അറിഞ്ഞു എന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചീത്ത വിളിച്ചോ? ചീത്ത വിളിച്ചില്ല, വേറെന്തോ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. എന്ത് തന്ത്രം? അതെന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ലെന്നേ. ചേട്ടാ, ഇതിപ്പോ എന്നോട് ചോദിച്ചിട്ട് തന്നെ കാര്യം? പവിത്ര, അവൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്റെ ബോഡിയുടെ കാര്യം പവിത്ര നോക്കണം. ചേട്ടാ, ഡെഡ് ബോഡിയുടെ കാര്യം എന്താ നോക്കാനാ? ഡെഡ് ബോഡി ആവാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. യു അവള് വരുന്ന ഞാൻ പിന്നെ വിളിക്കാം. ചായ എന്ത്? ചായ ഇപ്പൊ എടുക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം ഉണ്ട്. എന്ത്? കാണിക്കട്ടെ. നല്ല രസികൻ ജിലേബിയ. ഒരെടുത്ത് കഴിച്ചേ. ഇതെന്താ നോക്കുന്നത്? നല്ല രസികൻ ജിലേബിയ. ഇച്ചാന് ജിലേബി ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല എന്ന് പറയരുത്. ഇച്ചാന് ജിലേബി നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഓഹോ, ഇനി ഞാൻ ഇതെടുത്ത് വായി വെച്ച് തന്നാലേ തിന്നത്തുള്ളായിരിക്കും. ശരി, വായി വെച്ച് തന്നേക്കാം. ഇങ്ങോട്ട് വാ. തുറക്കങ്ങോട്ട്. എങ്ങനുണ്ട്? സൂപ്പർ അല്ലേ? പിടിക്ക്. ഇത് നിന്നോണ്ട് ഇവിടെ ഇരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ചായ എടുത്തോണ്ട് വരാം. കഴിക്ക്. വിളിക്കുന്നു. ആ ഡോക്ടറെ, എന്നായി? പവിത്ര, അവൾക്ക് മനസ്സിലായി. ഫുൾ കള്ളവും പൊളിഞ്ഞു. അടി വീണു? അടി വീണിട്ടില്ല. അവൾ വേറെ എന്തോ തന്ത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പതിയെ പതിയെ സ്ലോ ആയിട്ട് കൊല്ലാനുള്ള പ്ലാനിങ്ങാ. അപ്പൊ ആലീസ് രണ്ടും കൽപ്പിച്ച. ഞാൻ നോക്കിട്ടൊരു ഒറ്റ വഴിയുള്ളൂ. നേരെ ആലീസിലെടുത്ത് ചെല്ലുക, കാല വീണ് മാപ്പ് പറയാ, എങ്ങനെയും തടി ഊരി രക്ഷപ്പെടുക. പിന്നെ വേറൊരു കാര്യം പറയാണേ, ഈ കേസിനകത്ത് ഞാനില്ല. ഒക്കെ ഡോക്ടറെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയതാണ്. വെറുതെ എന്റെ പേര് ഇതിനകത്ത് വലിച്ചടിച്ച് ബാക്കിയുള്ളവന് ഇടിമേടിച്ച് തരല്ലേ. അല്ല, പവിത്രൻ ഞാൻ കൈവിട്ടു. ചായ എടുക്കുക. ഇതെന്ത്? ഈ
കഴിച്ചില്ലേ? എന്താ കഴിക്കാഞ്ഞത്? കഴിക്ക്. അതെ, ആ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇച്ചായ? നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവികളാണല്ലോ. ആ, അപ്പോൾ പരസ്പര പൂരിതമായിട്ടാണല്ലോ അത് കിടക്കേണ്ടത്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. ഞാൻ അനുരാധയ്ക്ക് വന്ന ട്രാൻസ്ഫർ ഞാൻ ഇടപെട്ട് മാറ്റിക്കൊടുത്തില്ലേ, അത് സഹജീവിക്ക് ചെയ്യുന്ന ഒരു സഹായമായിട്ട് മാത്രം കരുതിയാൽ മതി, അല്ലാതെ അതിൽ വേറൊന്നുമില്ല. ഫസ്റ്റ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യമൊക്കെ ഇച്ചാൻ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണ്. എന്റെ അനിയൻ സണ്ണിയുടെ കാര്യം സാധിക്കാതെ ഇച്ചായൻ അനുരാധയുടെ കാര്യം സാധിച്ചപ്പോ എനിക്കൊരു കുഞ്ഞു ദേഷ്യം വന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് പോയിച്ചായ അവിടെ. അല്ല, അത് ഈ ജിലേബിയുടെ കാര്യമേ, അത് ഈ ജിലേബിയുടെ കാര്യം ഞാൻ ഇച്ചാനോട് പറയാൻ വരികയായിരുന്നു. ഇച്ചായൻ പറഞ്ഞ പ്രകാരമേ ആ പൗലോസേട്ട സണ്ണിക്ക് ജോലി ശരിയാക്കി. അതിന്റെ സന്തോഷത്തിൽ വാങ്ങിച്ച ജിലേബിയായത്. ആന്ന്, അയ്യോ സണ്ണിക്കാണെങ്കിൽ എന്തൊരു സന്തോഷായെന്നറിയോ. അവനാണെങ്കിൽ ഇച്ചാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വന്നേനെ. നാളെ രാവിലെ വരും നന്ദി പറയാൻ. എന്തു ഇച്ചായ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ഇച്ചാൻ എന്നോട് കുറച്ച് ദേഷ്യം കാണുമെന്നൊക്കെ എനിക്ക് അറിയാം. സോറി ഇച്ചായ, രാവിലെ പറഞ്ഞതിന് എല്ലാത്തിനും സോറി.